സാറേ 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 ആ ദേതടാ ഈ മലയണ്ണൻ? മലയാളാനാ? ഞാനൊരു ചായക്കടക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? പത്രോസ് എന്നാ പേര്. ആ ആളാ ഇത്. ഭക്ഷണം കൊണ്ട് വന്നാ. പത്രോസ് വിളിക്കും. പത്രോസ് ഒന്ന് വിളിച്ചില്ലെങ്കിലോ? വിളി കേൾക്കൂല. പിന്നെ എടോ പത്രോസേ, ഓ ചില കാര്യങ്ങൾക്കായി ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ആ സാറേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 നേരത്തെ ഭക്ഷണം വേണ്ടി വരും. സാറേ ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതാണോ? കഴിച്ചു നോക്ക്. എന്റെ ദൈവമേ, പത്രോസിന്റെ ഉണ്ടമ്പൂര് തിന്നിട്ടുണ്ടോ? എന്ത് രുചിയാന്നറിയാമോ? പത്രോസിന്റെ ഉണ്ടമ്പേര് നീ തന്നെ അങ്ങ് തിന്നാ മതി. പത്രോസിന്റെ വീട് എവിടാ? ഞാനിവിടുത്തെ തരണല്ലേ സാറേ. ഓ, എന്റെ വീട് ഒരു ഉൾപ്പെടല് ഒലിച്ചുപോയി. അതിന്റെ കൂടെ അമ്മയും പെങ്ങളൊക്കെ പോയി. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാ. ഇപ്പൊ ഞാൻ തനിച്ചാണ്. ഇപ്പൊ ഞാനിവിടെ വന്ന് ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക. സാറേ ഇതോടെ ഇരിക്കട്ടെ, കടയിലെ ആളില്ല. കടയിലെ ആളില്ലെങ്കിൽ എന്തിനാ പോണേ? ഇവിടെ നിക്കുന്നേ. ആ ഹലോ, അവലോസ് ഉണ്ടാ? അവലോ സാധനം വല്ലതും കിട്ടുമോ? സാറ് സ്മോളാണോ? സാറേ അതിന് ടൗണിൽ പോണം സാറേ. അതല്ലടാ, ചാത്തനായാലും മതി. ചാത്തൻ കിട്ടോ? ഞാൻ നോക്കട്ടെ സാറേ. മതി മതി. അയ്യോ, ചിഞ്ചു അന്വേഷിക്കും. ഞാനങ്ങ് ചെല്ലട്ടെ. ഇനി മുടുക്കത്തിന് പിടിച്ച് കറക്കൂല്ലോ. എന്നാ പിന്നെ കഴിച്ചാലോ സാറേ? എണീറ്റ് വാ. ഇവളുമാരെന്നാ നേരത്തെ എഴുന്നേറ്റോ? വെറുതെ ഫോണിൽ വിളിച്ച് ചീത്തവിളിയും ഭീഷണിപ്പെടുത്തലും വന്നേ. പിന്നെ നിങ്ങളൊക്കെ ഉള്ള ധൈര്യത്തില് ഇന്നലെ ഞാൻ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. പക്ഷെ ഞാനൊട്ടും ഉറങ്ങിയില്ല. ആനോട്ടിയേ? റൂമിന് പുറകെ ആരോ നടക്കുന്ന പോലെ തോന്നിയായിരുന്നു. ഞാനാന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? ചേട്ടനെന്താ ജോലി? എനിക്ക് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചിഞ്ചു പറഞ്ഞേക്കണത് പുറത്തിറങ്ങരുതെന്നാ പറഞ്ഞേക്കണത്. ഇങ്ങനെ ഒരു ഭാര്യ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു വര അങ്ങ് വരച്ച ഞാൻ അപ്പുറത്തേക്ക് പോവില്ല. ചിഞ്ചു ദീപു, ആ ചിഞ്ചു ചായ ഞാൻ അങ്ങോട്ട് ഇടാം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതാവുമ്പോ 2 കാര്യം കൂടെ ഒരുമിച്ച് പറയാം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു അമ്മേനെയും പെങ്ങളും തിരിച്ചറിയാത്ത ചില നാറികളുടെ ഫോൺ കോള്. ചെറ്റകള്. അവൻ്റെ ഒക്കെ കളി ചിഞ്ചിറാണിയുടെ എടുത്താ. മേഡം ആ നമ്പർ ഒന്ന് തരുവോ? മേഡത്തിനൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ കണ്ടില്ല. അവൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. അങ്ങനെയാ. നമസ്കാരം. ഇവിടെ അടുത്തൊരിടം വരെ വന്നാ അപ്പഴാ അറിഞ്ഞ ചിഞ്ചുറാണിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആരോ ഇവിടെ വന്നെന്ന്. എന്റെ ഇടവക ആയതുകൊണ്ടൊന്ന് ഇടപെടാന്ന് കരുതി വന്നാ. ഒന്ന് പരിചയപ്പെട്ടു പോവാം. എന്താ പേര്? ചന്ദ്രൻ നായർ. ഓ, ചന്ദ്രൻ ഒറ്റയ്ക്കോ? അല്ല, ഒരാളുടെ ഉണ്ട്. ഈശോഭിഷേക്ക് സ്ഥിതിയായിരിക്കട്ടെ ഭരത. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇരുന്നാക്കാം. ഒരു കസേര ഉള്ളോ ഈ വീട്ടില്? ഇങ്ങോട്ടിട്ടു. അച്ഛനിരിക്കാൻ ഒരെണ്ണം പോരെ? ഇനിയും വേണം. ആലോചിച്ചിട്ട് കൂടിപ്പോയേ. ഓരോരുത്തരുണ്ടാക്കുന്ന പ്രശ്നത്തില് കഷ്ടപ്പെടുന്നത് നിങ്ങളെപ്പോലത്തുള്ളവരാ അല്ലേ? അല്ല, പെണ്ണ് വല്ല ആവശ്യമുണ്ടോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കാനായിട്ട്? ലക്ഷ്മണൻ അല്ലേ? അല്ല, ഭരതൻ. ഓ, ലക്ഷ്മണൻ മഹാഭാരതത്തിലാണല്ലോ. ലക്ഷ്മണൻ രാമായണത്തിലാച്ചോ. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് തന്നെ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മറിയം. സാറിന് മുട്ട വേണോ? 2 എണ്ണം വാങ്ങിച്ചോ വെറുതാ? വാങ്ങിച്ച് പുഴുങ്ങി വെച്ചാലോ? വൈകിട്ട് കവട്ടയുടെ കൂടെ ചാമ്പ. അതെ, ചാമ്പിക്കോ. മുട്ടയ്ക്ക് എന്നാ വില? ഒരെണ്ണത്തിന് 6 രൂപ. ഒരെണ്ണത്തിന് 6 രൂപ? 6 36 16 60. അപ്പൊ 10 മുട്ടയ്ക്ക് 60 രൂപയോ? ആ, എടുത്തു സാറേ. പൈസ പിന്നെ തന്നാ മതിയോ? മതി സാറേ. ആ, മതിയെന്ന്. എന്നാ എടുത്തോട്ടെ. എടുത്തോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് മുട്ട ഇടണം കേട്ടോ. മുട്ട കൊണ്ട് തരണമെന്ന്. മുട്ടയാണല്ലോ. ആളിച്ചിരി പെശകായിരുന്നു.
ഞാനൊന്ന് ഉപദേശിച്ചു. ഇപ്പൊ കർത്താവ് അവളെ നേരാൻ വണ്ണ വെച്ചു. അച്ഛൻ ഉപദേശിക്കണ്ടായിരുന്നു. ഇതിനാണോ മുട്ട മേടിച്ചേ? ആ